എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മൾ അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ശർക്കരയും 1 കപ്പ് വെള്ളവും ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്കത് ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടിയാണ് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിലേക്കാട്ടിലും കുറച്ചുകൂടി ഒരു തിക്കായിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം കൂടുതൽ ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അരിപ്പൊടിയും വെള്ളവും ശർക്കരയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് വീതം. മധുരം ഇനി കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവ് കുറച്ച് എടുത്താൽ മതി. ഇപ്പം നമുക്കിനി ഇതിലേക്ക് 2 പഴം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. കദളിപ്പഴമോ പാളയംകൂടൻ പഴമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ റോബസ്റ്റ പഴം മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി ഞാനൊരു ഫോർക്ക് കൊണ്ട് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ അരച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിലാണ് ഞാൻ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഏലക്കപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്തെടുത്ത കോക്കനട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ജീരകമോ എള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ജീരകമോ എള്ളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നിറവും മണവും കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ടില്ലാത്തവർ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം അങ്ങ് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ശരിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം ആദ്യം ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇപ്പം നമുക്കത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് മാവെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടാണ് ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം വീതം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് മാവെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ അങ്ങനെ ചൂടൊന്നും പറ്റുകയുമില്ല. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒരു സൈഡിൽ നിറം ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കോരി മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നിറം മാറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരേ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റും വളരെ സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ണിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. നിങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സോഫ്റ്റാണ്. ഞാനൊന്ന് മുറിച്ചുകൂടിയൊന്ന് കാണിച്ചു തരാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഒരു 2-3 ദിവസത്തിനകം ഇത് കഴിച്ചു തീർക്കണം. ഇല്ലെങ്കിൽ ഇരിക്കും തോറും ഇത് കട്ടിയായി വരും. ഈ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശകലം പഞ്ചസാര അതിന് മുകളിൽ വിതറുന്നുണ്ട്. ഗണപതി അമ്പലത്തിലെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ്.
ഉണ്ണിയപ്പം അവിടെ നേരത്തെ കുറേ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ പഞ്ചസാരയൊക്കെ വിതറിയിട്ടാണ്. വളരെ ടേസ്റ്റും വളരെ മനോഹരമാണ് കാണാനും. ഭയങ്കര വായിൽ വെള്ളം ഊറുന്നതാണ് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം.